പണ്ട് ഞാനിവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന കഴക്കൂട്ടമല്ല ഇപ്പോഴത്തെ കഴക്കൂട്ടം. ടെക്നോ പാർക്കും അത് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര വികസനമാണ്. പണ്ട് നമ്മൾ വരുമ്പോൾ നല്ലൊരു റോഡോ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സാഹചര്യമായിരുന്നു പണ്ട് ഞാൻ വന്ന സമയത്ത് കഴക്കൂട്ടം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു നല്ല ഹൈടെക് സിറ്റി പോലെ തന്നെ ഇപ്പം ഇവിടെ മാറിയിട്ടുണ്ട്. ഈ സർക്കാർ വന്നതിന് ശേഷം ടെക്നോ പാർക്കിൽ വന്ന ഒരു മാറ്റം എന്താണ്? പുതിയ സ്പേസസ് വന്നോ, പുതിയ കമ്പനികൾ കൂടുതലായിട്ട് വന്നോ, പുതിയ ബിൽഡിങ്സ് വന്നോ? ഇപ്പം മറ്റേ ഫേസ് 4 ഒക്കെ ഇപ്പം ഈ സർക്കാരിൻ്റെ കാലത്ത് വന്നതാണല്ലോ. അവിടെ പുതിയ പുതിയ കമ്പനികൾ വന്ന് നമുക്ക് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം വിട്ടു പോകാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ്. ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ കേരളത്തിൽ പുറത്ത് പോകാതെ ഇവിടെ തന്നെ ജോലി ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനുള്ള ജോലി സാധ്യത ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് പെട്ടെന്നൊരു കമ്പനി മാറണമെങ്കിൽ തന്നെയും അതിപ്പോൾ ഇവിടെ ഉണ്ട്, അവൈലബിളാണ്. നമുക്കിപ്പോൾ കേരളത്തിന് വെളിയിലോട്ട് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.